പക്ഷെ ജിജി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണക്കുകളൊന്നും എന്നോട് പറയില്ല. സാമ്പത്തിക കണക്കിൽ വ്യത്യാസം കണ്ടു. ഒത്തിരി വ്യത്യാസം കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി അവൾക്ക് അങ്ങനെ പുറത്തുനിന്ന് കിട്ടിയ കാശ് ഇവള് ഉപയോഗിച്ചായിരിക്കും ഈ ബിൽഡിംഗ് വാങ്ങിയെന്ന് മറ്റും ഞാൻ ചോദ്യം ചെയ്തു. അപ്പം ഈസ്റ്ററിൻ്റെ അന്ന് രാത്രി ഒരു 2 മണി സമയത്ത് ഇവള് കത്തിയായിട്ട് എന്നെ കുത്താൻ ഓടി വന്ന നെഞ്ചത്തേക്ക്. എവിടേക്ക്? ഞാൻ വീട്ടിലിരിക്കുകയല്ലേ, ഡിവൈനിലുള്ള വീട്ടിലിരിക്കും. ഓ, കത്തിയായിട്ട് ഓടി കുത്താൻ വന്നപ്പോൾ ഇവള് ഇച്ചിരി മദ്യലഹരിയിലായിരുന്നു. മദ്യലഹരി ആള് നന്നായി മദ്യം കഴിക്കും. ജിജി മാഡം? ജിജി നന്നായിട്ട് മദ്യം കഴിക്കും. നന്നായിട്ട് മദ്യം? നമ്മുടെ എല്ലാ സ്റ്റാഫിനോടും ചോദിച്ചോ, നന്നായിട്ട് മദ്യം. അത് വല്ലപ്പോഴും ആണെങ്കിൽ പിന്നെയും സഹിക്കാം. ഡെയിലി മദ്യം ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ മദ്യലഹരിയിൽ ഇവൾ എന്നെ കുത്താൻ വന്നപ്പോൾ ഞാൻ തെന്നി മാറിയപ്പം അവളുടെ കത്തി കൊണ്ട് എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പാടില്ല മുറിഞ്ഞു ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയി, ചോരയായി. ഞാനപ്പോൾ തന്നെ കൊരട്ടി സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറഞ്ഞു. പോലീസുകാർ പറഞ്ഞു നിങ്ങളുടെ പ്രസ്ഥാനം വളർന്നു വരുന്നതാണ്, ഇതൊരു കേസായി കഴിഞ്ഞാൽ മദ്യലഹരിയിൽ ഭാര്യ ഭർത്താവിനെ കുത്തി എന്നും മറ്റു മാര്യു ജിജിയുടെ പേര് വന്നാൽ നിങ്ങൾ തീർന്നു, കേസാക്കേണ്ടെന്ന് എന്നോട് പറഞ്ഞ് കേസാക്കി. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് പിന്നെ വീട്ടിൽ കിടക്കാൻ പേടി. എനിക്ക് ഭയങ്കര പേടി. കാരണം എന്തും എപ്പോഴും സംഭവിക്കാം. കാര്യം ഇവർ ചില സമയത്ത് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് കളഞ്ഞാലും നാട്ടുകാർ വിചാരിക്കും മുസ്ലിങ്ങൾ തീവ്രവാദികൾ കൊണ്ടുവന്ന്, എന്നിട്ട് ആ സിമ്പതിയും കൂടെ ഞാൻ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞു. എൻ്റെ തമാശക്കാണെങ്കിൽ പോലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ മൊത്തമൊക്കെ. നമസ്കാരം. നമസ്കാരം. എൻ്റെ അടുത്തിരിക്കുന്നത് മാരിയോ ബ്രദറാണ്. 2 ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ ചാനലിലൂടെ പുറത്തു വന്ന ഒരു വാർത്ത ഇന്ന് കേരളം ഒട്ടാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ മാരിയോ ബ്രദറിൻ്റെ ഭാര്യയാണ് മാരിയോ ബ്രദർക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്. ബ്രദർ നമസ്കാരം. നമസ്കാരം. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ വലിയ ഊർജ്ജം നൽകിയ വാക്കുകളാണ് അങ്ങയുടേത്. എൻ്റെ ഇടവകയിൽ അങ്ങ് വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അക്കാലഘട്ടത്തിലൊക്കെ തന്നെ യുവാക്കൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ തന്നെ വലിയ നവീകരണം ഉണ്ടാക്കുന്ന അങ്ങയുടെ വാക്കുകൾ ഇന്ന് ഞാൻ ഓർക്കുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങേക്കെതിരെ അങ്ങയുടെ ഭാര്യ പരാതി നൽകിയിരിക്കുകയാണ്. അങ്ങയുടെ കയ്യിൽ നിന്ന് സെറ്റ് ഓഫ് ബോക്സ് കൊണ്ട് അവർക്ക് അടിയേറ്റു, മാരിയോ ബ്രദർ അവരെ കയ്യിൽ കടിച്ചു, അതുപോലെ തന്നെ അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ചു. അങ്ങനെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വലിയ രീതിയിലാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിലേക്ക് ഇടപെടാൻ ആർക്കും താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ കുടുംബ നവീകരണത്തിനും കുടുംബങ്ങളുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടിയൊക്കെ ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ചെയ്തിരുന്നു. അത് പലർക്കും ഗുണകരമായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. സത്യത്തിൽ ബ്രദർ അത് എന്താണ് സംഭവം? അങ്ങനെ എങ്ങനെയാണ് ഈ ചാലക്കുടിയുമായിട്ടുള്ളൊരു ബന്ധം അങ്ങേക്ക് വരുന്നത്? ഞാൻ 1996 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നതാണ്. ഒരു മുസ്ലിം ആയിരുന്നു. ധ്യാനം കൂടി എനിക്ക് ക്രിസ്തുവിനെ ഇഷ്ടമായി. ഞാൻ ക്രിസ്ത്യാനിയായി. 98 മാമോദിസ മുങ്ങി ഇടവകയും ചേർന്നു. ഒരു കത്തോലിക്കൻ ജീവിതം നയിക്കുന്ന ഒരാളാണ്. 2004 ജിജി ധ്യാനത്തിന് വന്നപ്പം പരിചയപ്പെട്ടതാണ്. അവളുടെ ജീവിതത്തിലൊരു വളരെ ദയനീയമായൊരു സാഹചര്യമാണ്. ആ കുടുംബം മൊത്തം, ഇവള് രക്ഷപ്പെട്ടാലേ കുടുംബം കരകയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ കുടുംബം മൊത്തം പോകുന്നൊരവസ്ഥ പോലത്തെ ഒരു സിറ്റുവേഷനാണ്. അതെന്തെന്ന് വ്യക്തിപരമായി പറയാൻ എനിക്ക് താല്പര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർ വന്നു കൗൺസിലിംഗ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്നേഹത്തെക്കാൾ ഒരു സഹതാപം ആ കൊച്ചിനോടും കുടുംബത്തോടും തോന്നി. അത് കഴിഞ്ഞ് അവൾ ഇങ്ങോട്ട് പ്രണയം പറഞ്ഞു, അതായത് എനിക്ക് ഇഷ്ടമാണ്, ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കണമെന്ന് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും 2004 ശേഷം ഒന്നിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രസംഗിക്കുക. അവൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും, ഞാൻ പ്രസംഗിക്കും. ഒരു 2017 കാലങ്ങളിൽ ഫിലോക്കാലി സെപ്പറേറ്റ് ധ്യാനം തുടങ്ങിയപ്പോൾ ജിജിയെ പതുക്കെ ഞാൻ ധ്യാനത്തിൽ കൊണ്ട് ഇച്ചിരി ക്ലാസ് എടുപ്പിച്ചു. പതുക്കെ പ്രസംഗിച്ചൊക്കെ പഠിപ്പിച്ച് വളർത്തിയെടുത്തു. അതെ. 2018 പ്രളയ സമയത്ത് ഞങ്ങൾക്ക് വീടെല്ലാം കംപ്ലീറ്റ് വെള്ളം കയറിയൊക്കെ പോയായിരുന്നു. അന്നൊക്കെ ഞാൻ ഒത്തിരി വിദേശ യാത്ര ചെയ്ത് പ്രസംഗിക്കുമായിരുന്നു. അപ്പം ആ യാത്രകളിൽ കിട്ടിയ കുറച്ച് കാശും യൂട്യൂബ് ഫേസ്ബുക്കിൽ നല്ല വരുമാനം വരാൻ തുടങ്ങി. അതുമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വീട് റിനോവേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കുറച്ച് കാശ് എടുത്തിട്ട് അജ്മൽ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ, അന്ന് എൻ്റെ ഡ്രൈവറാണ്, പേര് അജ്മൽ എന്നുള്ളൂ, പക്ഷെ അത് മുസ്ലിം പേര്. ആള് മാമോദിസ മുങ്ങി ക്രിസ്ത്യാനി ആയതാണ്. ഒറിജിനൽ പേര് പറഞ്ഞാൽ ഇപ്പം സാംസൺ എന്നാണ്. ആളുടെ ഭാര്യയും മാമോദിസ മുങ്ങിയാണ്. ഇവര് 2018 തുടക്കത്തിൽ ഞാൻ നടത്തുന്ന ഒരു ധ്യാനത്തിൽ വന്ന് ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ച് മാമോദിസ മുങ്ങിയ ഒരു കുടുംബമാണ്. പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് പലരും ഇതെന്താ അങ്ങനെയെന്ന് പറയും. അതുകൊണ്ട് പറഞ്ഞിട്ടുള്ളൂ. അജ്മലിനോട് ഞാൻ പറഞ്ഞു, ആ ഒരു കൊമ്പത്ത് കടവ് സുലോചനയുടെ ഒരു പത്രവാർത്ത കണ്ടു. അതായത് ഇങ്ങനെ ടാർപ്പാളിയുടെ ഷെഡ് കെട്ടിയിട്ട് ചെളിക്കകത്ത് 3 സ്ത്രീകളും 2 കുഞ്ഞുങ്ങളും കിടന്നുറങ്ങുന്നത്. അത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അവൻ കൊമ്പത്ത് കടവ് പോയി അന്വേഷിച്ചപ്പോൾ ശരിയാണെന്ന് മനസ്സിലായി. ഞാൻ അന്ന് കാശ് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു അവർക്കൊരു വീട് പണി തരാം. അങ്ങനെ വീട് പണിതു അവർക്ക് വേണ്ടി. ഒരാളുടെ കയ്യിൽ നിന്ന് സഹായമൊന്നും മേടിച്ചില്ല. എൻ്റെ അധ്വാനം, എൻ്റെ വേർപ്പ്. അത് കഴിഞ്ഞപ്പോഴാണ് അജ്മൽ എൻ്റെ അടുത്ത് പറയുന്നത്, നമുക്കെന്നാ പിന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പറയുമ്പോൾ ഇത്തിരി ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ, കുറേ കൂടെ നന്മ ചെയ്തൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് വേണ്ട പേപ്പർ വർക്ക് നീ ചെയ്യാൻ എനിക്ക് അറിഞ്ഞോടുന്നു. സത്യമായിട്ട് അറിഞ്ഞോടാ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം പോകും. ഇവനാണ് അതിന് പോയിട്ട് ബയലോസ് ഉണ്ടാക്കുന്നത് ആദ്യം. അപ്പോൾ ബയലോസ് ഉണ്ടാക്കുമ്പോൾ മിനിമം 3 പേര് 4 പേര് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ ഉണ്ടല്ലോ, നമ്മൾക്ക് ഉണ്ടായില്ല, പിന്നെ ജിജിനെ വെക്കാം, 3 പേരായില്ല.
പക്ഷേ ബൈലോസ് ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി ജിജിയിലായി കൊടുത്തപ്പം പുറമേ നിന്ന് ഒരാളെ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതായത് ഡ്രൈവറായി വന്നവനൊന്നും ബോർഡ് മെമ്പർ ഒന്നും ആക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു ആര് വേണം? ചേട്ടായി. ഇതാര് പറഞ്ഞു? ജിജി പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു പിന്നെ ആര് വേണം? ഞാൻ, ചേട്ടായി, അപ്പൻ, അമ്മ. അവരുടെ അപ്പനും അമ്മയും. അവരുടെ അപ്പനും അമ്മയും. അപ്പനും അമ്മയും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റൂല, ഇത് ഫാമിലി ട്രസ്റ്റ് ആയിപ്പോൾ നമുക്കിതൊരു സോഷ്യൽ ട്രസ്റ്റ് ആക്കണം. അങ്ങനെ ആരെ എടുക്കുന്നുള്ള കൺഫ്യൂഷൻ ഇങ്ങനെ തർക്കം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവൾക്ക് പരിചയമുള്ള ഒരു എന്താ പറയുക വളരെ ക്ലോസ് ആയ ഒരു കൂട്ടുകാരനുണ്ട്, ആൽബി എന്ന് പേര്. ജിജി മാഡത്തിന്. അവൻ പാവമാണ്, ഞാൻ പറഞ്ഞൊക്കെ അവൻ ചെയ്തോളും, അവനെ പേടിക്കുന്ന അവനെ എടുത്തിടാന്ന് പറഞ്ഞു. അത് ശരിയാണ്, ജിജി പറയുന്നതിനപ്പുറത്ത് അവനൊന്നും ചെയ്യുകയില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പേര് വന്നപ്പോൾ ഇത് മൊത്തം കുടുംബവും പുറത്തുനിന്ന് ഒരാളുള്ളത് കുടുംബത്തിന് വേണ്ടി ജിജിക്ക് വേണ്ടി മാത്രം ബാധിക്കുന്ന ഒരാൾ. അപ്പോൾ തുടങ്ങിയപ്പോഴേ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ ഈ ഫൗണ്ടേഷൻ ഫിലോക്കാലി ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയപ്പോഴേ ചെറിയൊരു അസ്വസ്ഥതകൾ ഉണ്ടായി. പല ആത്മീയ ഗുരുക്കന്മാരും എന്നോട് പറഞ്ഞു അത് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ നോക്കിയപ്പം അത് 2018 കഴിഞ്ഞ് 19 കോവിഡ് ആയപ്പോഴേക്കും ആയിരക്കണക്കിന് ജനങ്ങൾക്ക് കേരളം മുഴുവൻ മരുന്ന് കൊടുക്കാൻ എനിക്ക് സാധിച്ചു. ഈ കിഡ്നി, ഹാർട്ട്, ലിവർ, ചെല്ലാനം കടലാക്രമണം ഉണ്ടായപ്പോൾ അവിടെ വീട് വെച്ച് കൊടുക്കാൻ പറ്റി. കൂട്ടിക്കൽ ദുരന്തം ഉണ്ടായപ്പോൾ വീട്, ഇപ്പോൾ വയനാട് കണ്ടില്ല. അപ്പം 100 കണക്കിന് വീടുകളും വെച്ച് കൊടുക്കാൻ പറ്റുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് ഒരു ദൈവിക പദ്ധതിയായിരുന്നു. അങ്ങനെ ഇരിക്കെ 2022 ജിജിയുടെ ഒരു കസിനായിരുന്നു അവിടുത്തെ ജനറൽ മാനേജർ, ശമ്പളമൊക്കെ മേടിച്ച് അവിടെ ജോലി ചെയ്യുന്നു. എന്തോ കാര്യത്തിൽ ജിജിയും അവനും തമ്മിൽ അടികൂടേണ്ടി വന്നു. അടികൂടേണ്ടി വന്നെന്ന് പറഞ്ഞാൽ ഇവനെ ജിജി ക്യാബിൽ വെച്ചിട്ട് അടിച്ചിട്ട് അവന്റെ ചെവി പൊട്ടിച്ചു. അവനെ അടിച്ചിട്ട് ചെവി പൊട്ടി ചോര വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി കേസാക്കി. പോലീസ് സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞപ്പോൾ അന്ന് ഇങ്ങനെ കത്തി നിൽക്കുക ഫിലോക്കാലിയ. അതായത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ ഒരുപാട് നന്മ ചെയ്യുന്നു, ഓടി നടക്കുന്നു. അപ്പം പോലീസുകാർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവർ പറഞ്ഞു ഒത്തിരി നന്മ ചെയ്യുന്ന പ്രസ്ഥാനമല്ല, ഇത് പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ മൊത്തം പോകും, അതുകൊണ്ട് ഇത് പുറത്തുനിന്ന് ഒത്തുതീർപ്പാക്കാൻ പറ്റും. ഒത്തുതീർപ്പിന് ആ കസിൻ ജിജിയോട് ചോദിച്ചത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ. ജിജിയുടെ കയ്യിൽ അതില്ല അന്ന്. എന്നോട് വന്നു ഞാൻ എൻ്റെ കയ്യിലും ഇല്ല, കാരണം ഞങ്ങൾക്ക് പേഴ്സണലി കാശില്ല. കുറച്ച് യൂട്യൂബ്, ഫേസ്ബുക്ക് വരുമാനം അത് ഇതൊക്കെ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെ 5 ലക്ഷം ഒന്നും ചെയ്യുമൊന്നുമില്ല. അപ്പം ജിജി പറഞ്ഞു ട്രസ്റ്റിൽ നിന്ന് എടുക്കണം. അങ്ങനെ നടക്കില്ല, ഒരാളെ നീ അടിച്ച് ചെവിയും പൊട്ടിച്ചിട്ട് അതിനുള്ള കാശ് ട്രസ്റ്റിൽ നിന്ന് എടുത്തു എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഒരു നല്ല ട്രസ്റ്റ് നടത്തി കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇത് തുടങ്ങിയത്. കാരണം ഞാൻ പൊതുവെ ട്രസ്റ്റുകൾക്ക് എതിരെ വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു ജെന്യൂൻ ട്രസ്റ്റ് എന്ന് കാണിക്കാൻ തുടങ്ങിയെടുത്താൽ അത് പറ്റില്ലെന്ന്. പക്ഷേ ഞാൻ അറിയാതെ ഇവർ ഒരു ചെക്ക്, 2 ചെക്ക്, 2.5 ലക്ഷത്തിന്റെ ചെക്ക് എടുത്ത് എൻ്റെ കള്ളം ഒപ്പിട്ടു. എൻ്റെ കള്ളം ഒപ്പു ജിജിയും അന്നത്തെ അക്കൗണ്ടന്റും കൂടി ഇട്ടിട്ട് ചെക്ക് പാസ്സാക്കി കാശ് പോയി. അവന് കാശ് കിട്ടിയത് പിന്നത്തെ ഓഡിറ്റിങ്ങിന്റെ സമയത്ത് ഓഡിറ്റർ വിളിച്ച് എന്നോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ പോയ കാശ് എന്താ, എങ്ങനെ കണക്ക് കിട്ടിയെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഈ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആളുകൾ തന്നതാണ്. 50 രൂപ, 100 രൂപ. അതായത് ഓട്ടോറിക്ഷക്കാർക്ക് ഒരു ദിവസം മുഴുവൻ ഓടിയോ കിട്ടുന്നതിൽ 1000 രൂപയ്ക്ക് അതിൻ്റെ 100 രൂപയാണ് എനിക്ക് കിട്ടുന്നത്. എനിക്കല്ല, ട്രസ്റ്റിൽ ഇടുന്നത്. ആ കാശ് ഇങ്ങനെ അതെനിക്ക് ഭയങ്കര സങ്കടം. അന്ന് മുതൽ ഞങ്ങൾ തമ്മിലൊരു അസ്വസ്ഥത ഉണ്ടായി. 2022. 23 ആയപ്പോഴേക്കും എനിക്ക് കുറച്ച് വിഷമങ്ങൾ വേറെ ഉണ്ടായി. അതായത് ഇവരുടെ പേരൻസ് കുറച്ച് ഇൻവോൾവ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞപ്പം, നിയന്ത്രണമൊക്കെ കംപ്ലീറ്റ് പോയപ്പം ഞാൻ ചിന്തിച്ചു ഒരു NGO തുടങ്ങാം. അവരുടെ സംഭവമായിട്ട് കുടുംബാംഗങ്ങളായിട്ട്. ആ ട്രസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഒരാളെ പറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ദേവസ്യ സുലൈഹ എന്ന് പറയുന്ന ദമ്പതികൾ സ്വന്തം മോൻ മരിച്ചിട്ട്, ഒറ്റ മോനെ ഉണ്ടായിരുന്നുള്ളൂ, ജീവിതത്തിൽ ദുരിതം വന്ന് ആത്മഹത്യ തീരുമാനിച്ചിട്ടെന്നാണ് ഞാൻ കണ്ടെത്തുന്നത്. അപ്പൊ അവരെ ഞാൻ കൂടെ നിർത്തി. ഇവർക്ക് അന്നെന്തോ ഇൻഷുറൻസ് കിട്ടി ഒരു 10-15 ലക്ഷം രൂപ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ജിജി അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളെ ട്രസ്റ്റ് മെമ്പർ ആക്കാന്നൊക്കെ പറഞ്ഞിട്ട്, ട്രസ്റ്റിന് വേണ്ടി ആദ്യം മേടിക്കുന്ന സ്ഥലത്ത് പകുതി നിങ്ങളുടെ പേരിൽ വേണമെങ്കിൽ ആക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് 15 ലക്ഷം മേടിച്ചു. കാശ് കിട്ടി സ്ഥലം മേടിച്ചപ്പോൾ ഇവരെ ട്രസ്റ്റ് മെമ്പർ ആകാൻ പറ്റുള്ളൂ. അതില്ല, അങ്ങനെ ഒരു ചതിയും അവിടെ നടന്നിട്ടുണ്ട്. ആ പണം ദേവസ്യ മാഷ് എന്നോട് പറഞ്ഞു ബ്രദറിന് ബുദ്ധിമുട്ടാണെന്ന് അറിയാം, എനിക്ക് വേണമെന്നില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എൻ്റെ ഒരു കടമയാണ് തിരിച്ചു തരാമെന്ന്. ഏകദേശം 1 വർഷം എടുത്തിട്ട് ഞാൻ പതുക്കെ ആ കാശ് എൻ്റെ ഈ യൂട്യൂബ്, ഫേസ്ബുക്ക്, പ്രസംഗം അങ്ങനെയുള്ളിടത്തുനിന്നൊക്കെ കിട്ടുന്ന കാശ് വെച്ചാൽ തിരിച്ചു കൊടുത്തു. പലിശ ഒന്നും ആൾ മേടിച്ചില്ല, മൊത്തം തിരിച്ചു കൊടുത്തു കേട്ടോ. അതങ്ങനെ എന്നെ കടഞ്ഞാൻ തീർത്തു. പക്ഷേ എനിക്ക് എൻ്റെ ഒരു അപ്പനമ്മയെ പോലെയാണ് ഈ ദേവസ്യ മാഷും അവളുടെ ഭാര്യയും. അതുപോലെ തന്നെ അജ്മൽ എൻ്റെ ഒരു കൂടപ്പുറപ്പ് പോലെയാണ്. അജ്മൽ എന്നാൽ സാംസങ് കേട്ടോ, സാംസങ് എൻ്റെ ഒരു കൂടപ്പുറപ്പ് പോലെ. കാര്യം ഡ്രൈവർ ആകുമ്പോൾ പൊതുവെ ഇൻ ആൻഡ് ഔട്ട് അറിയുമല്ലോ. അങ്ങനെ എൻ്റെ കൂടെ ഉള്ളവരാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് 2023 ഞാൻ തീരുമാനിച്ചു കുടുംബത്തിന്റെ ആധിക്യം പോയാൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ശുദ്ധമായ ഒരു ട്രസ്റ്റ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചൊരു സോഷ്യൽ ആളുകളെ ചേർത്ത്, കുടുംബക്കാരെ ഒഴിവാക്കി പുറത്തുനിന്നുള്ളവരെ ചേർത്ത് ഒരു NGO എന്ന് പറയുമ്പോൾ വ്യത്യാസം. ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടുത്തെ രജിസ്ട്രാർ ഓഫീസിൽ ചാലക്കുടി രജിസ്റ്റർ ചെയ്ത. NGO എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ പോർട്ടലാണ്, MCA പോർട്ടലാണ്, കമ്പനി ആക്ട് അനുസരിച്ചാണ്. അതിൽ എത്ര പെട്ടെന്ന് ഒരു തിരിമറിയും നടക്കില്ല, കുറേ കൂടെ ശുദ്ധമായ ഒരു സംഭവം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു,
ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്ന പേരിൽ അങ്ങനെ ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. ഇതിന്റെ പേരെന്താണ്? ഈ ആദ്യം ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതെ, അതാണ് ജിജി മാഡത്തിന്റെ കുടുംബാംഗങ്ങളും മൊത്തമുള്ളത്. അങ്ങും കൂടെ ഉള്ളത്. ഞാനും അതിലുണ്ട്. ഞാൻ അതിന്റെ മാനേജിംഗ് ട്രസ്റ്റ് തന്നെ. ജിജി ജോയിന്റ് മാനേജിംഗ് ട്രസ്റ്റ്, തുല്യ അവകാശം. അങ്ങനെ ഈ NGO പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചപ്പം ജിജിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൾ ഈ ആത്മഹത്യ ഭീഷണി കൊടുക്കും. അവളുടെ കയ്യിൽ, ഇടത്തെ കയ്യിൽ നോക്കിയാൽ കുറേ മുറിച്ച പാട് കാണാം. ഞാൻ കാണുന്നതിന് മുമ്പേ മുറിച്ചതുകൊണ്ട്. അപ്പം ഇവൾ ഈ ഒരു ആത്മഹത്യ ഭീഷണിയായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പുറത്തുനിന്ന് ആളെ എടുത്തിട്ട് അങ്ങനെ തുടങ്ങാൻ സമ്മതിക്കില്ല, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വെള്ളം വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമ്മാനത്തിന് ഞാൻ പറഞ്ഞാൽ നീ പറ ആളുകളെന്ന്. ചേട്ടായി ഞാൻ എൻ്റെ അമ്മ എന്ന് പറഞ്ഞു. ചേട്ടായി ഞാൻ എൻ്റെ അമ്മ. അങ്ങനെ വീണ്ടും ഈ MCA പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞങ്ങൾ മൂന്നും തന്നെ കുടുംബമായി. അപ്പം ഞാൻ പിന്നെയും ചിന്തിച്ചു, ഇതിൽ പോയാലും ഞാൻ വീണ്ടും പഴയ പോലെ. ഒരു വർഷം ഞാൻ അതൊന്നും ചെയ്തില്ല. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇത് കമൻസ് ചെയ്തില്ലെങ്കിൽ ഫൈൻ ഉണ്ടാവും, കമ്പനി ആക്ട് ആയതുകൊണ്ട്. വക്കീൽ വന്നിട്ട് ഫൈൻ ഉണ്ടാവും, അതുകൊണ്ട് കമൻസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ 3 പേരും രാജിവെച്ചാൽ വൈൻഡപ്പ് ചെയ്യാമെന്ന്. ഞാനും രാജിവെച്ചു, ജിജിയും രാജിവെച്ചു, അമ്മയും രാജിവെച്ചു. രാജിവെച്ചിട്ട് അത് അപ്ലോഡ് ചെയ്ത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് വക്കീൽ എന്നോട് ചോദ്യം ചോദിച്ചു, ഫിലോകാലിയ ഫൗണ്ടേഷൻ നല്ലൊരു പേരല്ലേ, ആ പേര് പിന്നെ കിട്ടാണ്ടാവും, അത് കളയണമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും? അവർ രാജിവെച്ച സ്ഥിതിക്ക് താങ്കളുടെ ആഗ്രഹം പുറമേ നിന്ന് 2 പേര് വേണം എന്നിട്ട് തുടങ്ങണം എന്നല്ലേ. ഒരു കാര്യം ചെയ്ത് താങ്കളുടെ രാജ്യം ക്യാൻസൽ ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പേരുടെ പേര് പറയാൻ തുടങ്ങിയിട്ടേക്കാണ്. അങ്ങനെ ഞാൻ അജ്മലിനെയും മാഷിനെ, കാര്യം അവരോട് ദൈവികമായൊരു നീതിയുണ്ട്, അവരെ പറഞ്ഞു പറ്റിച്ചതുമാണ് തുടക്കം മുതലേ. അവരെ എടുത്തിട്ട് ഞാനത് തുടങ്ങിയ അന്ന് മുതൽ ജിജിയും ഞാനും വഴക്കുണ്ടായി. ഞാൻ അവരുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചു. അവർ പറഞ്ഞത് 3 പേരും കൂടി രാജിവെക്കാൻ പറഞ്ഞു. അങ്ങും ഈ 3 പേരും അവർ 2 പേരും രാജിവെച്ചു. പക്ഷെ അങ്ങ് വളരെ തന്ത്രപൂർവ്വം അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ബിലീവ് മീ ഫ്രം ദി ഹാർട്ട് രാജിവെച്ച് ക്ലോസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷെ വക്കീൽ അന്നേരം ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു ശരിയല്ലേ, മനസ്സിലായില്ലേ, അങ്ങനെയാണ് ഞാനത് ചെയ്തത്. അതിനെ ചതിയെന്ന് വിളിക്കുന്നുണ്ട് അവൾ, എനിക്ക് അറിയത്തില്ല അതിലെന്താ ചതിയെന്ന്. കാരണം ഇവരെ ഇതിന്റെ മുമ്പ് പറ്റിച്ചതല്ലേ. 15 ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുത്തു. എനിക്ക് പോലും ഇത്രയും പ്രായമുള്ളവർ മാത്രമല്ല, ഒരു ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഫാമിലിയോട് അത് മാത്രം ഒന്ന് ചിന്തിക്കുന്നത് ന്യായമാണ്. ഞാൻ അവള് അമ്മ മാത്രം, പുറത്തുനിന്ന് ആരെങ്കിലും വേണ്ടേ? അപ്പോൾ ആകെ വിശ്വസിക്കാൻ പറ്റുന്ന ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരുമാണ് ഈ സാംസണും ദേവസ്യ ആന്റണി മാഷും ടീച്ചറും ഒക്കെ. അവരൊന്നും 1 രൂപ ഇന്ന് വരെ എൻ്റെ അടുത്തും പറ്റിയിട്ടില്ല, എനിക്ക് ഇങ്ങോട്ട് സഹായിച്ചിട്ടുള്ളൂ. ഫൗണ്ടേഷൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാനും ജിജിയും ഭയങ്കര വഴക്കായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്. ഒരു ഈസ്റ്ററിന്റെ സമയം, എനിക്ക് 2025 ഈസ്റ്റർ തന്നെയാണ്, ഈ വർഷം തുടക്കത്തിൽ തന്നെ. ജിജി ആളുടെ അനുജന്റെ പേരിൽ, സജോ എന്ന് പറയുന്ന ആളുടെ അനുജൻ, ഒറ്റ മോനെ ഉള്ള അനിയനും ഭാര്യ റിംഗും ഉണ്ട്, അവരുടെ പേരിൽ ഒരു ബിൽഡിംഗ് വാങ്ങി. ജിജിയാണ് കാശ് മുടക്കിയത്, പക്ഷേ ബിനാമിയായിട്ട് ഇവർ വെച്ചിരിക്കുകയാണ്. അതൊരു 1 കോടിയിലധികം വില വരും ആ ബിൽഡിങ്. എൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ തരാം. നല്ല അടിപൊളി അത് മുരുകോലി തന്നെയാണ്, ഡിവൈൻ ധ്യാനേന്ദ്രത്തിൻ്റെ എൻ്റെ അടുത്ത് വീട്ടിൽ തന്നെയാണ് സംഭവം മേടിച്ചു. എന്നിട്ട് അവിടെ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എംബ്ലം കൊണ്ടുവച്ചു. കാണുന്ന ജനങ്ങൾ വിചാരിക്കും ട്രസ്റ്റിന്റെ പോകും. ഞങ്ങളുടെ സ്റ്റാഫുകൾ വരെയും വിചാരിച്ചത് ട്രസ്റ്റിന്റെ ആണ്, പക്ഷെ അത് ട്രസ്റ്റിന്റെ അല്ല, അവളുടെ അനിയന്റെ പേരിലാണ്. ഇതിന് ഫണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ഇംഗ്ലീഷ് ക്യാമ്പസിലാണ്. ഒരു വലിയ ഫ്ലാറ്റ് ഉണ്ട്, ആ ഫ്ലാറ്റിന്റെ അടുത്തായിട്ട് ബോർഡ് കാണാൻ ഫിലോകാലിയയുടെ എംബ്ലം അവിടെ കൊണ്ടുവച്ചു. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്റെ വീട് ഇരിക്കുന്നത്. ഞാനും ഞങ്ങളുടെ 2 പേരുടെ പേരിലാണ് ആ വീട് ഇരിക്കുന്നത്. ഇത് അവളുടെ അനിയന്റെ പേരിലെടുത്തത്. അപ്പം ഇതെടുത്തപ്പോൾ ഞാൻ പറഞ്ഞടി, ഒരുപാട് പേര് വിദേശത്ത് നിന്ന് രാവും പകലും പണിയെടുത്ത്, ഓവർ ടൈം പണിയെടുത്ത്, ഒത്തിരി സങ്കടപ്പെട്ട് ചെറിയ $1, $2, $3 ഒക്കെ നമുക്ക് തന്നാൻ ഇതിനെ വളർത്തിയെടുത്തത്. ചിലർ $10, $50 അങ്ങനെയൊക്കെ തന്നവരുണ്ട്, ചിലരൊരു വീട്. അപ്പം ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത് അവരുടെ നാട്ടിലെ അക്കൗണ്ടിൽ നിന്ന് ട്രസ്റ്റിലേക്ക് നേരെ കാശിടും, പ്രശ്നങ്ങളില്ല. വിദേശത്ത് നിന്ന് മാത്രം അയക്കാൻ പറ്റുന്നവർക്ക് ഒരിക്കലും ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് കാശിടാൻ പറ്റില്ല, കാരണം അതിന് FCRA ലൈസൻസ് ഇല്ല. അപ്പോൾ ഇവർ പതിവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളുടെ അക്കൗണ്ടിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് തരിക്കും. ചിലപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചിട്ട് ഞാൻ നേരിട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചിട്ട് ഞാൻ ട്രസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ചാലക്കുടിയിൽ ഒരു വക്കീലിനെ പോയി കണ്ടു. വക്കീലിനോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക, ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ ജിജിയോട് ഇനി വരരുത് എന്ന് അഭ്യർത്ഥിക്കാൻ എന്താ പറയുക. ആളൊരു വക്കീൽ നോട്ടീസ് അയച്ചു, വരരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു 20 കിലോമീറ്റർ അകലെയാണ് ഞാൻ താമസിക്കുന്ന വീട്, പിലാർമൊഴി. അവിടെയാണ് ആദ്യം ഈ മാഷിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് നമ്മൾ സ്ഥലം വാങ്ങിയത്. അന്നത് വാങ്ങിയപ്പോൾ 1.5 ഏക്കർ ഉണ്ടായിരുന്നു. പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ ഒരു 4 ഏക്കറിൽ താഴെ കാണും ഈ ട്രസ്റ്റിന്റെ. ഞങ്ങളുടെ ഒരു ഉദ്ദേശം ഒരു ഫാമിലിക്ക് വേണ്ടി ഒരു ധ്യാനകേന്ദ്രം എന്ന് പറയുന്നതിന് പകരം ഒരു അക്കാഡമി, ഭാര്യയും ഭർത്താവും എങ്ങനെ നന്നായി ജീവിക്കണമെന്ന് ലോകത്തിനെ പഠിപ്പിക്കുന്ന ഒരു അക്കാഡമി. യെസ്, അതിനുവേണ്ടി കുറച്ച് റൂമുകളൊക്കെ തയ്യാറാക്കി, ഓഡിറ്റോറിയം തയ്യാറാക്കി, എല്ലാം ചെയ്തു. അപ്പോൾ അവിടെ റൂമുള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയി തങ്ങി. വക്കീൽ നോട്ടീസ് കൊടുത്ത് ആ ക്യാമ്പസിൽ വന്നിട്ട് മധ്യ ഏരിയയിൽ എന്നൊന്നും ചെയ്യരുതെന്ന് ഞാൻ വക്കീലിനെ അറിയിച്ചിട്ട് പോയി.
പക്ഷെ ഇവർ ഇടയ്ക്ക് അവിടെ വരും. ഈ പ്രശ്നമൊക്കെ നടക്കുമ്പോഴും ഞങ്ങളുടെ അവിടെ പ്രോഗ്രാം നടത്തും, പല കപ്പിൾസിനെയും സമാധാനപ്പെടുത്തും, അവരെല്ലാം രമ്യതപ്പെടുത്തും, ഒക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓർക്കണം. ഞാൻ ഇങ്ങനെ തീയിട്ട് പുകയുമ്പോഴും ഇതെല്ലാം ചെയ്ത് ഹാപ്പി ആയിട്ടാണ് പോയത്. ഒരു മാസ്ക് ജീവിതം എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഒരുപാട് കുടുംബത്തിന് ഗുണം ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒത്തിരി പിരിഞ്ഞ കുടുംബങ്ങളെല്ലാം ഒന്നിച്ച് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. പിലാർമൊഴിയിൽ താമസാക്കി. ഈ കുറച്ച് ദിവസം മുമ്പ് ടാക്സ് ഓഫീസിൽ ഞങ്ങൾക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഓൾമോസ്റ്റ് 4 ലക്ഷം രൂപ എന്തോ ജിജിക്ക് ടാക്സ് കെട്ടണം ഈ വർഷം എന്ന് പറഞ്ഞു. അതെന്നെ വല്ലാതെ ഞെട്ടിച്ചു. അതിന് മാത്രം എന്ത് വരവെന്നായി. അപ്പോൾ എനിക്ക് ഉറപ്പായി ഈ ബിൽഡിംഗ് വാങ്ങാനുള്ള കാശ് ഇവളുടെ അക്കൗണ്ടിലൂടെ തന്നെ വന്നു പോയത്. അപ്പോൾ ആര് തന്നു, എന്ത് തന്നു, എനിക്ക് തെളിവ് വേണമെന്ന് പറഞ്ഞു. ഞാൻ മാനേജിങ് ട്രസ്റ്റ് അല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു തരില്ല, ആദ്യം വർത്താനം പറഞ്ഞ തട്ടികളെന്ന് പറഞ്ഞു. ഇങ്ങനെ വെള്ളമടിക്കുമ്പോൾ ഇങ്ങനത്തെ ഡയലോഗ് വരിക. മദ്യപിക്കുന്ന സമയത്ത് ഒന്നും ചോദിക്കാൻ പറ്റില്ല. അത് വൈകുന്നേരങ്ങളിൽ ഒന്നും മിണ്ടാൻ പറ്റില്ല, വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ മാറി തന്നെ. അത് ശരി. അങ്ങനെ ഇവരൊരു 5-8 പേര് ഈ കഴിഞ്ഞ 22-25 ഡേറ്റ് ഓർക്കുന്നില്ല, 25 ഇവർ വൈകുന്നേരം ഒരു 4-4:30 ഇവർ 2 കാറിൽ കുറച്ച് പേര് അവിടെ എത്തി. എല്ലാം പിലാർമൊഴി ജിജിയും ബന്ധുക്കളും കൂട്ടത്തിൽ എൻ്റെ മോൾ അടക്കമുണ്ട്. ഉള്ള കാര്യം പറയാം. ഇവരവിടെ വന്ന് പണിക്കാർ പോകുന്നത് വരെ പുറത്ത് വെയിറ്റ് ചെയ്തു, പറമ്പിൻ്റെ പുറത്ത്. അവിടെ ഉണ്ടായിരുന്ന ഹിന്ദി പണിക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പം ഇരച്ച് കയറി വന്നപ്പോൾ ഇവളുടെ വരവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി തല്ല് കിട്ടും, നല്ല ഇതാണ്, ഫിറ്റായിട്ടാണ് മനസ്സിലായി. ഡോർ അടക്കാൻ ഞാൻ നോക്കി, പക്ഷേ ഇത് ഓട്ടോ ക്ലോസർ ഗ്ലാസ് ഡോറാണ്. അതിനെന്തോ ഒരു പിടുത്തമുള്ളതുകൊണ്ട് ഒറ്റയടിക്കാൻ അടയില്ല. അതിങ്ങനെ പതുക്കെ അടയണം. ഇത് അടക്കുന്ന ഗ്യാപ്പിൽ ഇവൾ ഒരൊറ്റ ചവിട്ട് ഡോറിനിട്ട് ഞാൻ മറിഞ്ഞടിച്ചു വീണ ഞാൻ എഴുന്നേറ്റതിന് ഇവളെൻ്റെ കഴുത്തിന് കയറി ഞെട്ടിപ്പിടിച്ചു. ഇതൊക്കെ കണ്ട ആൾ അവളുടെ ഒരു മാമൻ തന്നെ നമ്മുടെ സ്റ്റാഫുകളോട് പറഞ്ഞു, ജിജി കുത്തിന് പിടിച്ചു കഴുത്തല്ലെന്ന്. ഇവിടെ ഉണ്ട്, സ്റ്റാഫുകളുണ്ട്. അവളുടെ അങ്കിള് ഇപ്പോഴത്തെ ജനറൽ മാനേജറാണ്, അമ്മയുടെ ബ്രദർ. ആള് തന്നെ പറയാണ് മാരുവായി ജിജി ഇങ്ങനെ കഴുത്തിന് കയറി പിടിച്ചു. സ്വാഭാവികമായും കഴുത്തിന് ഇങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും, നമുക്ക് പറ്റുന്നില്ല. ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ തോളത്തിട്ട് കുറേ അടിച്ചു. അത് ഞാൻ ചെയ്ത കാര്യം അടിച്ച്. അപ്പോൾ അവളെന്നെ വിട്ടതും ഞാൻ ഓടി ഡോറ് തള്ളി തോന്നുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വന്നവർ ഭയങ്കര തെറി വിളിക്കുന്നുണ്ട്. ഇവനൊക്കെ പെട്രോൾ വെച്ച് കത്തിക്കണം, കാട്ടിൽ വെട്ടിക്കളയണം, ഇവനൊന്ന് ജീവനോട് വെക്കരുത് എന്നൊക്കെ ഇവർ വിളിച്ച് പറയുന്നു. ജിജിയുടെ അനിയത്തിയും ഭർത്താവും ഈ ആരുടെ പേരിലാണോ വീടെടുത്തത് സജോ, അവന്റെ ഭാര്യ റിങ്കു, അവൾ ഓഫീസിലെ റിസപ്ഷനിസ്റ്റാണ്. ഈ ബന്ധുക്കൾ തന്നെയാണ് അവിടുത്തെ പ്രധാന ജോലിക്കാരും. മാമൻ ജനറൽ മാനേജർ. അത് അങ്ങനെ ഒരു പ്രശ്നമാണ്. ഇത് പറയുമ്പോൾ പറയാം, ഇതെല്ലാം എനിക്ക് മുന്നേ അറിയാം. പക്ഷെ ലോകത്തിന്റെ മുമ്പിൽ ഇത് പറയാനുള്ള ധൈര്യം എനിക്കില്ല. മലനിരന്ന് നോക്കുന്ന പോലെയല്ലേ, ഞാൻ സഹിക്കുകയായിരുന്നു. ഞാൻ നേരെ ഒരു ഡോറ് തുറന്ന് സ്റ്റെയർ കേസ് വഴി 1-ാം നിലയിലേക്ക് പോയി. ആ ഡോറ് പോകുന്നതിന് മുമ്പ് ഞാൻ അകത്തുനിന്ന് ലോക്ക് ചെയ്തു. പക്ഷേ ഇവിടെ ഇടിച്ച് പൊട്ടിച്ചു. എന്നിട്ട് 1-ാം നിലയിലേക്ക് കയറി വന്നു. കയറി വരുന്ന വഴിക്ക് ഇവർ പറഞ്ഞ് കേട്ടതുണ്ട്, നമ്മുടെ സ്റ്റാഫിൽ കേട്ടിട്ടുണ്ട്, കഴുത്തിന് മേലെ എന്തെങ്കിലും മുറിവുണ്ടാക്കിയാൽ FIR ഇട്ട് ഇവൻ അകത്താക്കാന്ന് പറയും. ജിജി നേരെ പോയിട്ട് ഫസ്റ്റ് ഫ്ലോറിന്റെ ഡോറിനിട്ട് തല നന്നായി ഇടിച്ചു. നമ്മുടെ ഒരു സ്റ്റാഫ് അതിരപ്പള്ളി വഴി, അതായത് പോത്തുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ആദിവാസികളുടെ പ്രൊജക്ടിന്റെ സ്ഥലത്ത് പണിക്കാർക്ക് കാശും കൊടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് 5:30 മണിക്ക് ഇവൻ അതിൽ പോകുമ്പോൾ എൻ്റെ കൊച്ചൊക്കെ വഴി കിടന്ന് കരയെന്ന് കേട്ടിട്ട് ഇയാൾ പതുക്കെ അവിടെ കയറി നോക്കി. ഇയാൾ മേളിൽ നിന്ന് ജിജി തലയിട്ടിരിക്കുന്ന കണ്ടു. അത് കഴിഞ്ഞിട്ട് ആ റൂമിൽ ഞാൻ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് 2-ാം നിലയിലേക്ക് വീണ്ടും ഓടി കയറി വന്നിട്ട് ഞാൻ അകത്ത് കയറി കഥ കുറ്റിയിട്ടത് മൊത്തം ഗ്ലാസ്സാണ്, ടഫൻ ഗ്ലാസ്, അതിൽ കിടന്ന് തലയിടിക്കുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവർ തലയിടിച്ച് പൊട്ടിച്ചിട്ട് കേസിടുന്നു കണ്ടുകൊണ്ട് ഞാൻ പതുക്കെ കറക്റ്റ് മാറ്റിയിട്ട് ആ വീഡിയോ എൻ്റെ മൊബൈലിൽ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ഞാൻ 100-ലേക്ക് വിളിച്ച് പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തു പെട്ടെന്ന് വരാൻ. കാരണം കൊലപാതകം നടക്കല്ലേ, കൊന്നുകളെ കിട്ടിയാൽ. അതെൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടാണ് ഞാൻ വിളിപ്പിച്ചായിരുന്നു. ഞാൻ ഫോൺ എടുത്തിട്ട് അനൂപ് എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ട് ഇപ്പം 100 വിളിക്കട്ടെ, എന്തെങ്കിലും ചെയ്ത് തരണം, അല്ലെങ്കിൽ ഇവരെന്നെ തീർക്കുന്നു പറഞ്ഞു. അപ്പോഴേക്കും ഇത് കേട്ട് ഇത് ഗ്ലാസ് റൂം ആയതുകൊണ്ട് പുറത്ത് നന്നായി കേൾക്കാം. ഇവരെല്ലാം വിട്ടുപോകുമ്പോൾ പറഞ്ഞു പോലീസ് വന്നു പോട്ടെ, തിരിച്ചു തന്നെ വെട്ടി കാട്ടിൽ കളയുന്നു. അതെനിക്ക് പേടിയായി. പിന്നല്ലാതെ ഞാൻ ഉടനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തെ കാട്ടിൽ പോയിട്ട് രാത്രി മൊത്തം 2-3 മണി വരെ കാട്ടിനകത്തിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് രാത്രി പോലീസ് വന്നെന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്ക് അവരെ കാണാൻ പറ്റിയില്ല. ഒരു പക്ഷേ അന്ന് രാത്രി പോലീസുകാർ കണ്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നത്തിലേക്ക് പോയില്ലായിരുന്നു. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോന്നും എന്താ പറയുക, വിധിയെ നമുക്ക് തടുക്കാൻ പറ്റില്ല. ചിലത് അനുഭവിക്കേണ്ടത് അനുഭവിച്ചില്ലേ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇവള് നേരെ ഈ അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവള് ചെയ്തതാ ഒരു 20 കിലോമീറ്റർ അവിടെ നിന്നും അവൾ കാർ ഓടിച്ച് ഈ ദേവസ്യ മാഷും ടീച്ചറും തങ്ങുന്ന വീട്ടിൽ ചെന്നു. എന്നിട്ട് അവരെ തല്ലാൻ ശ്രമിച്ചു. അവരെ ഒരുപാട് അസഭ്യം പറഞ്ഞു. അവരെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ അതിലാണ് ഈ അജ്മൽ എന്ന പേര് ആൾക്കുണ്ടല്ലോ. ഈ അജ്മലിന് അജ്മൽ കസബ് എന്നൊക്കെ തോന്നിപ്പോകുന്നു. അതുകൊണ്ടാണ്. പക്ഷെ അജ്മലിന്റെ പേര് സാംസൺ എന്നാണ്. അവൻ ഇടവകയിൽ പോകുന്നതാണ്. അവനൊക്കെ തീവ്രവാദി എന്ന് വിളിച്ചാൽ ദൈവം ഓർക്കില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ മാഷിന് സ്വന്തം മോൻ മരിച്ചു ഒരു ആശ്രയത്തിൽ വന്ന മാഷിനെയും ഭാര്യനെയും നോക്കി തീവ്രവാദി എന്ന് വിളിച്ചാൽ എന്താ മറുപടി പറയും? മാത്രമല്ല അതിൽ പറയുന്നത് നിങ്ങൾ ട്രസ്റ്റിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വന്നവരാന്ന് പറയുന്നുണ്ട് ആ വീഡിയോയിൽ. പിന്നെ എന്തിനാ അങ്ങനെ ചേച്ചി പറയുന്നത്? അതിനേക്കാളുപരി അവളുടെ മക്കളുടെ അപ്പനല്ലേ, അവളുടെ ജീവിത പങ്കാളിയല്ലേ.
എൻ്റെ മാനസിക നില ഈ മകളും അതിൽ ചൂടാവും. മകൾക്ക് പറ്റിയത്, മകള് സൈക്കോളജി ഒക്കെ പഠിച്ച് നല്ലൊരു ഫാമിലി കൗൺസിലറൊക്കെ ആയി വലിയൊരു പ്രസ്ഥാനം പണിയണമെന്ന് വലിയ കൊതിയുണ്ട്. ഈ മകളും അമ്മ പോയിട്ട് പോയിസൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാഷും സാംസണും ഒക്കെ ഉള്ള ഒരു ട്രസ്റ്റ് ഫോമായി കഴിഞ്ഞാൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, ഭാവിയിൽ നിനക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഫാമിലി ട്രസ്റ്റ് ആക്കി ഇതിനെ നിർത്തണം എന്ന് മകളോട് പറഞ്ഞതുകൊണ്ട് അതാണ് മോൾ വിശ്വസിച്ചിരിക്കുന്നത്. അതാണ് പ്രശ്നം, വേറെ കുഴപ്പമൊന്നും. പക്ഷേ ട്രസ്റ്റിന്റെ സ്വത്ത് അങ്ങനെ ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സാറിനെ പെടുത്താൻ വേണ്ടിയാണ് അന്നൊരു അവര് ശരിക്കും ജിജി അങ്ങനെ തലയിടിച്ച് പൊട്ടിച്ച് എന്നിട്ട് പെടുത്തിയിട്ട് കേസാക്കി ജയിലിലിടുക എന്നുള്ള ചിന്തയൊന്നും ജിജിക്കില്ലായിരുന്നെന്ന് തോന്നുന്നു. ജിജി ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കേസാക്കി, പോലീസിന്റെ മുമ്പിൽ കേസ് കൊണ്ടുപോയി കൊടുത്തിട്ട് FIR ഇട്ടാൽ എന്നെ റിമാൻഡ് ചെയ്യുന്ന കേസാക്കി മാറ്റി, എഴുതി റെഡിയാക്കി. എന്നിട്ട് അതിൻ്റെ അടിയിൽ കണ്ടീഷൻ വെച്ചു, ഈ FIR ജിജി ഇടാതെ മാപ്പാക്കണമെങ്കിൽ സാംസണെയും മാഷിനെയും ടീച്ചറിനെയും പുറത്താക്കുക, അത് ആ PKF ഇല്ലാണ്ടാക്കുക, അത് ഡിലീറ്റ് ചെയ്ത് അങ്ങനെ ഒരു പ്രസ്ഥാനം വേണ്ട. ഇതാണ് അവളുടെ ഏക കണ്ടീഷൻ. അത് ചെയ്താൽ പിന്നെ അവളുടെ സാമ്പത്തിക തിരിമറി പുറത്താരോടും പറയാതിരിക്കുക. ഈ കുടുംബമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്, അതൊന്നും പറയാനും പാടില്ല. ഇതൊക്കെയാണ് അവൾ ഉദ്ദേശിച്ചുള്ളൂ. അവൾ അന്ന് പറഞ്ഞത്, കോംപ്രമൈസിന് സംസാരിച്ചത്, ഒന്നെങ്കിൽ ഈ PKF ഇല്ലാണ്ടാക്കുക, ഇനി അല്ലെങ്കിൽ നിങ്ങൾ PKF ആയിട്ട് പൊക്കോ, ട്രസ്റ്റ് നിങ്ങൾ രാജിവെച്ച് പൊക്കണം, ട്രസ്റ്റും നിങ്ങളുമായിട്ട് ബന്ധമുണ്ടാവില്ല, കാരണം ഇവരുടെ കള്ളത്തരം പുറത്തൊന്നും പോകാതിരിക്കാൻ. ഇത് കോംപ്രമൈസിന് അവൾ തയ്യാറായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതായത് അവളുടെ കുടുംബത്തിലെ ചാറ്റിൽ കിടന്ന ഒരു റൈറ്റപ്പ് എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടിട്ട് ഇതാണ് കേസ് എന്ന് മനസ്സിലാക്കി ഞാൻ അങ്ങനെയെങ്കിലും പോലീസിൻ്റെ മുമ്പിൽ ചെല്ലണം, കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുക. കൊരട്ടി SHO എന്നെ വിളിച്ചു, നല്ലൊരു പ്രസ്ഥാനമല്ല, എല്ലാം കൂടെ നശിച്ചു പോകണ്ടല്ലോ, ഒന്ന് കോംപ്രമൈസ് ആയിക്കൂടെ. ഞാൻ ചെന്നു സാറിൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് മനസ്സിലായിട്ടുള്ള അവൾ FIR മുമ്പിൽ വെച്ചിട്ട് ബാർഗെയിൻ ചെയ്യാണ്, അതായത് കേസ് വെച്ചിട്ട് ഇത് FIR ഇട്ടകത്താക്കും, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിച്ചോണം. സാറേ എന്നെ നിങ്ങൾ അകത്തിട്ടാലും, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, എന്നെ നിങ്ങൾ റിമാൻഡ് ചെയ്താലും ഇതിന് പിന്മാറൂല. ഈ PKFിനകത്ത് ജിജി വരിക, വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ സാംസങ് ഇരിക്കട്ടെ, മാഷിരിക്കട്ടെ, ടീച്ചർ ഇരിക്കട്ടെ, ജിജിയും ഞാനും ഇരിക്കട്ടെ, എന്താ കുഴപ്പം? ഇച്ചിരി സുതാര്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ആ മദ്യപാനവും അഗ്രസീവ് സ്വഭാവം ഒന്ന് മാറ്റിയാൽ മാത്രം മതി. ഒരുപക്ഷെ ഇപ്പം പ്രായത്തിൻ്റെ ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പോൾ പ്രായത്തിൻ്റെ ആണോ, കാരണം ഇപ്പോൾ ഈ മെനോപോസ് ടൈമൊക്കെയാണ്, ഇച്ചിരി അഗ്രസീവ് ആവുന്നത് അതുകൊണ്ടാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു, എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പുറത്തിറങ്ങി ഇറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ താഴെ കൂടെ നടക്കുന്നു, കളിയാക്കുന്നു, എന്നെ മൊത്തമൊക്കെ ചോദിച്ചു ആളുകൾ. അപ്പം സങ്കടമുള്ളതുകൊണ്ട് ഞാനിത് പറയേണ്ടി വരുന്നു, അത് വേണമെന്ന് വിചാരിച്ചിട്ടല്ല, റിയലി സോ ഒരു ബ്രദർ എന്ന നിലയിൽ. അങ്ങേ തീവ്രവാദി എന്ന് മുദ്ര കുത്തുന്നു, അങ്ങ് ഇപ്പോഴും സുലൈമാനാണ് എന്ന് പറഞ്ഞ് അങ്ങയെ പരിഹസിക്കുന്ന വേറൊരു പ്രത്യേക സമൂഹം, അതോടൊപ്പം തന്നെ അങ്ങയെ പെടുത്താൻ ശ്രമിക്കുന്ന ഈ പറയുന്ന കുടുംബം, ഇതൊക്കെ സർക്കിൾ ചെയ്തിട്ടാണ് അതിന്റെ നടുക്കാണ് മാരിയോ ജോസഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല മറ്റു കാര്യങ്ങൾ. എന്നിരുന്നാലും അങ്ങ് ഒപ്റ്റിമിസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്നു. തീർച്ചയായും ഈ പറയുന്ന എൻ്റെ ഒപ്റ്റിമിസം കർത്താവിലാണ്. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ജനത്തിന് മനസ്സലിഞ്ഞിട്ട് PKFിനെ സഹായിക്കാം. അതിനൊറ്റ ബാങ്ക് അക്കൗണ്ടുള്ളൂ, SIB ചാലക്കുടി, ട്രസ്റ്റിന് 3-4 അക്കൗണ്ടുണ്ട്. അത് തന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, തുടങ്ങുമ്പോഴേ ഞാൻ എന്നും വഴക്കായി, ഒരു അക്കൗണ്ട് മതി. അങ്ങനെ സമൂഹം സപ്പോർട്ട് ചെയ്താൽ ഞാൻ മുന്നോട്ട് പോകും. സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കുറച്ച് ദിവസം കഴിഞ്ഞാൽ അറിയുള്ളൂ. ചിലപ്പോൾ ഇത് അടിച്ചു പിരിഞ്ഞ് നിൽക്കുന്ന കുടുംബം എല്ലാം അവർക്ക് വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു, ഇവരെല്ലാം തട്ടിപ്പാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയെന്ന് വിചാരിക്കും, നിർത്തിയൊക്കെ ഉള്ളൂ, വേറെ വഴിയൊന്നും എനിക്കില്ല. അപ്പോൾ ഇനിയും സമൂഹത്തിന് മുന്നിൽ തന്നെ ഈ PKF ആയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അൻറ്റിൽ ഇറ്റ് സ്റ്റോപ്സ്, അത് നിന്ന് പോകുന്നത് വരെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. എനിക്കൊരു കാര്യം അറിയാനുള്ളത്, ഈ സ്റ്റാഫുകളെ ജിജി മാഡം മർദ്ദിച്ചു എന്നുള്ളൊരു കാര്യം ബ്രദർ പറയണ്ടേ, എന്താണ് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ നടന്നിട്ടുണ്ടോ? ഇങ്ങനെ പറയാന്ന് വെച്ചാൽ ഞാൻ ഏകദേശം 2018 തൊട്ടിട്ട് ഇവരെ കൂടെ ഉണ്ട്. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ചാലക്കുടി പ്രളയം കഴിഞ്ഞില്ലേ, ചാലക്കുടി എന്നല്ല കേരളത്തിലൊട്ടാകെ ഒരു പ്രളയം കഴിഞ്ഞു. ആ പ്രളയം കഴിഞ്ഞ് ഏകദേശം ഒരു 1-2 മന്തിനുള്ളിലാണ് ഞാൻ ഇവിടെ ചാലക്കുടി എത്തുന്നത്. അതായത് ഇവരൊന്നും അല്ലാത്തൊരു സാഹചര്യത്തിൽ, അതായത് മാരിയോ ബ്രദർ ആണെങ്കിലും ചേച്ചിയാണെങ്കിലും ഒന്നും അല്ലാത്തൊരു സാഹചര്യത്തിൽ ഇവരെ കൂടെ ഞാനായിട്ട് വാശി പിടിച്ച് ഇവരെ ധ്യാനം കേട്ട് കഴിഞ്ഞിട്ട് ഇവരെ കൂടെ കൂടിയതാണ്. അന്ന് ഞാനത് ഇസ്ലാമായിരുന്നു, പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കും കാര്യം ചെയ്തിട്ടാണ് കൺവേർട്ടായി ഇതിലേക്ക് വന്നത്. അന്ന് തൊട്ട് ഞാൻ ഇവരെ കാണുന്ന സമയത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് സ്റ്റാഫുകളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഈ ഓഫീസിലാണെങ്കിലും ഇവിടെ കുറച്ച് പേരുള്ളൂ, ബാക്കിയൊരു പലരും ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. ഇങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ തന്നെ ആയിരുന്നു ഡ്രൈവറും, ഞാൻ തന്നെ ആയിരുന്നു ക്യാമറമാനും, ഞാൻ തന്നെ ആയിരുന്നു എഡിറ്ററും, ഞാൻ തന്നെ ആയിരുന്നു പുള്ളിയുടെ പേഴ്സണൽ അക്കൗണ്ടിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നൊരു വ്യക്തി. അന്നോട്ട് എനിക്ക് അറിയുന്ന കാര്യത്തിലും ഇവര് എന്താ പറയുക, ഞാൻ വന്ന സമയത്ത് ഒരുപാട് ഇവരെ കുറിച്ച് വളരെ മോശപ്പെട്ട ലെവലിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒത്തിരി ഇതുണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ ആദ്യത്തെ വീട് വെച്ച് കൊടുക്കുന്നത് ഫുള്ളായിട്ട് യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും വരുമാനം വെച്ചിട്ടാണ് ബ്രദർ വെച്ച് കൊടുക്കുന്നത്. അത് കൊമ്പത്ത് കടവില് അന്ന് മറ്റേ നദീം പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ഞാനത് പോയി കണ്ട് കാര്യങ്ങളൊക്കെ ഇതാക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ. അത് ഒത്തിരി കഷ്ടപ്പെട്ടു പറഞ്ഞാൽ നമ്മൾ ഒരു
കോൺട്രാക്ടർക്ക് അപ്രീം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ പേര്, പുള്ളിക്ക് കോൺട്രാക്ട് കൊടുത്തു. പുള്ളിയുടെ ചില സാമ്പത്തിക തിരിമറികൾ കൊണ്ടായിരിക്കാം വിചാരിച്ച പോലെ ബഡ്ജറ്റിലല്ല ആ വീടിന്റെ പണി തീർന്നത്. അതിന് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തന്നെ ചേച്ചിയുടെ കയ്യിൽ കിടക്കുന്ന വളയും കാര്യങ്ങളും കൊണ്ടുപോയിട്ട് ഇവിടെ മണപ്പുറം ഇതിനകത്ത് കൊണ്ടുപോയിട്ട് എന്താ പറയുക ലോൺ വെച്ചു ഗോൾഡ് ലോൺ വെച്ചു, എൻ്റെ പേരിലാണ് വെച്ചത്, ഞാൻ വെച്ചു. ആ പൈസ എടുത്ത് കൊടുത്തിട്ടാണ് ഇവർ ഫസ്റ്റ് വീട് പണിത് കൊടുത്തത്. അന്ന് ഈ സമയത്ത് ചേച്ചിയെടുത്ത് ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ലക്ഷങ്ങളോ കോടികളോ തിരിക്കാനോ മറിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരെ രണ്ടുപേരെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ പലപ്പോഴും വണ്ടിയുടെ അടവ് വരെ തെറ്റിയിട്ട് പലരും വിളിക്കും, അപ്പൊ ഞാനെടുത്ത് മറുപടി പറയാ, കൊണ്ടുപോയി കെട്ടുക, ഇങ്ങനെയുള്ള പല പരിപാടി ചെയ്തിരുന്നു. അന്ന് ഈ സമയത്തും ചേച്ചി സ്റ്റാഫിനോടുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ധ്യാന ടീമിനോടുള്ള ചിലരോടൊക്കെ നന്നായിട്ട് ചൂടാവുമായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ആണെങ്കിലും മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ മദ്യം കഴിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അനുഭവം കൊണ്ടും പറയാണ്, കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ആയിരിക്കും ഇവിടെ വന്നിട്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്ന് ഒച്ചയുണ്ടാക്കുക. അത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ എന്ന് പറഞ്ഞാൽ അതൊരു 2 നില ഒറ്റ സിംഗിൾ വീട്, പക്ഷേ 2 നില ആക്കിയിട്ട് മേലെയാണ് ഒരു സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായാലും ചേച്ചി ഇങ്ങനെ ഒത്തിരി മദ്യപിക്കാൻ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഇങ്ങനെ ബ്രദറും തട്ടും അവിടെ വന്നിട്ട് താമസിക്കും. അപ്പോൾ ആ സമയത്ത് എന്തായിട്ട് പുള്ളി രാത്രി ലോക്ക് ചെയ്ത് കിടന്നാൽ താഴെ വന്നിട്ട് എന്നെ ചിലപ്പോൾ വിളിക്കും, പുള്ളിയെ വിളിക്കാൻ പറഞ്ഞിട്ട്. പുള്ളി വിളിച്ച് കിട്ടണല്ലോ, അവിടെ കിടന്ന് എത്രയോ വട്ടം ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ഉറുമ്പകുന്നില്ല നാട്ടുകാർ മൊത്തം അതിന് സാക്ഷിയാണ്. പലർക്കും അവിടെ മദ്യപിച്ചിട്ടുള്ള അനുഭവം അവർ വന്ന് ചൂടാവും. അവർ സംസാരം മാറി തന്നെ, ടോൺ മാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ ആദ്യ കാലങ്ങളിൽ 18 സമയത്ത് ഞാൻ ഇവിടെ വന്ന സമയത്ത്, ഞാൻ ടീമിന്റെ സമയത്ത് പുള്ളിക്കാരിക്ക് വളരെ കുറവായിരുന്നു അടിമദ്യപാനം. വളരെ റെയർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലേ ഉണ്ടാവുള്ളൂ. അത്ര വലിയൊരു ഇതായിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ചേച്ചിയുടെ ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ ലെവലിൽ മാറി. സ്വന്തമായിട്ട് കാശായി, വണ്ടികളായി. എനിക്ക് തോന്നുന്നു ബ്രദറിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ പേരിൽ വണ്ടിയും കാര്യങ്ങളെല്ലാം ചേച്ചിക്കാണ്. പലതരത്തിലുള്ള ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. അതിന് തോന്നിയ ലെവലിൽ പുള്ളിക്കാരിക്ക് കുപ്പി മേടിക്കാം, അടിക്കാം, ചോദിക്കാൻ ആരുമില്ല. അടിച്ചു കഴിഞ്ഞാൽ ആ ലെവലിലായിരിക്കും ആളുകളോടുള്ള പെരുമാറ്റം കാര്യങ്ങളും. ഇവൻ ഓഫീസിൽ വെച്ചിട്ട് എന്നെ തല്ലിയിട്ടുണ്ട്. എന്നെ പേഴ്സണലി അടിച്ചിട്ടുണ്ട്. അത് അവിടെയുള്ള സ്റ്റാഫുകളും കാര്യങ്ങളും സാക്ഷിയാണ്. റിങ്കു ചേച്ചി അടക്കുന്നത്. എന്നിട്ട് അന്ന് ഈ പറയുന്ന ചേച്ചിയുടെ 40 അടക്കാനോട് ചോദിച്ചു, നിനക്ക് പോയിട്ട് കേസ് കൊടുത്തുകൂടെ? ഞാൻ പറഞ്ഞു, ഇത്രയും പ്രായത്തിന് മൂത്തല്ലോ, ഒന്നും കുറച്ച് നേരം ചോറലുണ്ട്, അത് പോട്ടെ, വിഷയമല്ല, ഞാൻ ഒഴിവാക്കാന്ന് കരുതിയതാ. പിന്നെയും പുള്ളിക്കാരി അതിനുശേഷം എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളും അവിടെ കിടന്ന ഒച്ചമ്പോൾ ഉണ്ടായപ്പോഴാണ് ഞാൻ കൊരട്ടി പോലീസിൽ ചെറിയൊരു പരാതി കൊടുത്തു. അതും ഞാൻ പറഞ്ഞ വെച്ചാൽ അവർക്കെതിരെ എഫ്ഐആർ എടുക്കാൻ, അവർ തൂക്കിക്കൊള്ളണം അല്ലെങ്കിൽ അവരെ കംപ്ലൈന്റ് ആക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, ഞങ്ങൾ ഉപദ്രവിക്കരുത്. കാരണം ഉപദ്രവിച്ചാൽ ആളെ മുട്ട ചേരം കടിക്കുന്നു പറയില്ലേ, അതേപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് പറഞ്ഞിട്ട് വരും. കാരണം അല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കില്ല, നീ എന്തിനാ അവർ അടിയും കൊണ്ടാണ് നമുക്ക് ആവശ്യം ചോദിക്കില്ല. നമ്മൾ സത്യം പറഞ്ഞാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഇത് ആർക്കും ഞങ്ങൾക്കാർക്കും അവരെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് നല്ല ലെവലിൽ തന്നെ കാര്യങ്ങളെല്ലാം ഇതാക്കി അവരെ തെറ്റ് തിരുത്തി നല്ല ലെവലിൽ വരണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഇതിനൊക്കെ ഞങ്ങൾ എല്ലാവരും സ്റ്റാഫുകളെല്ലാം കൂടെ കണ്ടിരുന്നു. ഈ സ്റ്റാഫിനോട് അത് മാത്രമല്ല, അതിനുശേഷം പുള്ളിക്കാരിക്ക് അടുത്തുള്ള ഒരു വ്യക്തിയുടെ ഓഫീസിൽ വന്ന് വേണ്ട കച്ചറ ഉണ്ടാക്കി. ആ കച്ചറ കഴിഞ്ഞിട്ടാണ് സ്റ്റാഫുകൾ സ്വന്തമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. സ്റ്റാഫുകൾ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ പോരുന്നു, മാരി ബ്രദർ ഇവിടെ ഇല്ല, ഇവിടെ ഒരു ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന ഒരു ബിൽഡിംഗ് എടുത്തു, ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഒന്നല്ല, ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ നിങ്ങൾ വന്നിരുന്ന് എങ്ങനെ ഇരിക്കും? എന്ത് പറഞ്ഞിട്ടിരിക്കും? മാരി ബ്രദർ എന്ന് വരുന്നു പറഞ്ഞാൽ അവർക്ക് സാലറി കൊടുക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും നമുക്കൊരു വഴിയില്ല. വിളിച്ചാൽ പോലും ചിലപ്പോൾ കിട്ടുന്നില്ല, എന്തോ ഉറപ്പ് തരുന്നു പറഞ്ഞു. അപ്പോൾ അവർ പറയാം, ഞങ്ങൾ അവിടെ പോയിരുന്നാൽ അവരെ ഒച്ചയും അടിയും ഇതും കേൾക്കാൻ, തെറിയും കേൾക്കാൻ ഞങ്ങൾ ഇതിനവിടെ പോകുന്നുണ്ട്. മദ്യപാനം അവർക്കുണ്ടായിരുന്നുള്ളതിന് ശരിക്കും സാക്ഷിയാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ ബാക്കി സ്റ്റാഫുകളും അവർ ബാക്കി പറഞ്ഞു ചോദിച്ചു നോക്കും. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരാൾ പോവുകയാണെങ്കിൽ ഓക്കെ, അവിടെ സകല സ്റ്റാഫ് ഇറങ്ങി പോകണമെങ്കിൽ അത് ആരുടെ ഭാഗത്ത് തെറ്റായിരിക്കും. എൻ്റെ പേര് ബൈജു എന്നാണ്. അന്നവരുടെ പാലിശ്ശേരി. എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു. ആ മേഖലയിൽ ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂ നടന്നു. എന്നെ വിളിച്ചപ്പോൾ ചെന്നപ്പോൾ എന്നെ അവിടെ ജോലിക്ക് എടുക്കുകയാണ് ചെയ്തത്. ഞാൻ 1 വർഷം മേലെ 3 വർഷം 1 വർഷം മേലെ ഇവിടെ ജോലി ചെയ്യുന്നത്. ഇത് ഇപ്പോൾ പൊതുവിൽ ഈ സ്റ്റാഫുകളോടൊക്കെ ഈ ജിജി മാഡം ഇടപെടുന്നതിനെ പറ്റിയിട്ട് അവിടെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ പറയുന്നവർ മദ്യപിക്കും, മറ്റു കാര്യങ്ങൾ വളരെ മോശമായിട്ടാണ് ഇടപെടുക, മർദ്ദിക്കും, ഇതൊക്കെയാണ് പറയുന്നത്. ബൈജാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒന്നാമത് മാഡം മദ്യപിക്കും. സത്യമാണ്, ബൈജേട്ടൻ കണ്ടിട്ടുണ്ട്. അല്ല, അതിൻ്റെ തെളിവെന്ന് വെച്ചാൽ ഒരു ദിവസം വൈകുന്നേരം ഉച്ചയ്ക്ക് ഞാൻ ചോറിനായിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു. എന്നായിരുന്നു ഏകദേശം ഒരു 6 മാസമായി ഉണ്ടാവും. 6 മാസം ആയിണ്ടാവും. അന്ന് മാഡം പെട്ടെന്ന് വണ്ടി കൊണ്ടുപോയി ഇടിച്ച്. അപ്പൊ എനിക്കറിയില്ലായിരുന്നു, മദ്യപിച്ചിട്ടല്ല അങ്ങനെ സംഭവിച്ചത് എനിക്കറിയില്ലായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലായി ആളെ കണ്ടിരുന്നത്. എവിടെയായിരുന്നു വണ്ടി? നമ്മുടെ കൂടപ്പുഴ കഴിഞ്ഞിട്ട് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ്. കൂടപ്പുഴ 2 കിലോമീറ്റർ അപ്പുറത്ത്. അവിടെ ഒരു മതിലുമ്മ കൊന്നിടിച്ചിട്ട്, ഒരു വണ്ടിയിലും ഒന്നില്ലാത്ത സാഹചര്യത്തിൽ ഒരു മതിലുമ്മ കൊന്നിടിച്ചിട്ട് വണ്ടി റോഡിലേക്ക് തിരിഞ്ഞു നിർത്തിയേക്കാണ്. അപ്പൊ ഫ്രണ്ടിലൊക്കെ ഒരുവിധം തകർന്നു, മതിൽ പൊട്ടിയിട്ടുണ്ട്. ആൾക്കാർ കൂടി. 6 മാസം മുന്നേ ആൾക്കാർ കൂടി. കൂടപ്പുഴ വർക്ക്ഷോപ്പ് ജംഗ്ഷന്റെ അവിടേക്ക് ഇറങ്ങണം. അല്ലോ, അങ്ങോട്ട് കൂടപ്പുറ ജംഗ്ഷൻ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് 2 കിലോമീറ്റർ പോകണം. ഫ്രണ്ടിലേക്ക് പോകണം. ആ പോർക്കൊക്കെ വിൽക്കണല്ലേ, അതിന്റെ തൊട്ട് ഉച്ച സമയത്ത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ സംഗതി ഫസ്റ്റായി, ഇവിടെ ആൾക്കാർ കൂടി തുടങ്ങി. മുതലാളി കൂടിയാണല്ലോ. വേഗം ഞാൻ വെച്ചാല് എന്റെ മോനും ഞാനും കൂടി വന്ന ആക്സിഡന്റ് എന്ന് പറഞ്ഞപ്പോ
വേറെ കാർ എടുത്തോണ്ട് വന്നത്. എന്നുവെച്ചാൽ എൻ്റെ ബൈക്ക് സ്പീഡില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എത്തിയിരിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ കാറ് മറ്റേ വാടകയ്ക്ക് വിളിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ട് ചെല്ലുമ്പോഴുള്ള അവസ്ഥ തന്നെ. വേഗം ഞാൻ മാഡത്തിനെ എൻ്റെ വണ്ടിയിലേക്ക്, ഞാൻ വന്ന വണ്ടിയിലേക്ക് ഇരുത്തിയിട്ട് അവിടെ നിന്നവരോട് ഞാൻ വണ്ടി ഓടിച്ച് പെട്ടെന്ന് എനിക്ക് തെറ്റ് പറ്റിയത്, അതിന് എന്ത് നഷ്ടപരിഹാരം ഞാൻ തന്നോളാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥൻ വന്നു. ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ തെളിവാണ്. അവർ വന്നു, അവരെ വേറെ ചേട്ടൻ പോയി വിളിച്ചു വന്നു. അവർ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ചിലവിൽ ഞാൻ നന്നാക്കി തന്നേക്കാമെന്ന് സമ്മതിച്ച് ഒത്തുതീർപ്പാക്കി ആ വണ്ടി ഞാൻ ഷോറൂമിലേക്ക് കയറ്റി വിട്ടതിന് ശേഷം ഓട്ടോറിക്ഷ വിളിച്ചാണ് ഞാൻ വീട്ടിൽ വന്നത്. അന്ന് ശരിക്കും മതിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാഡം. വണ്ടി കൊണ്ട് ഇങ്ങനെ മതിലും കൊണ്ട് ഇടിച്ച് അങ്ങനെ ചേട്ടൻ ചലനം വരെ വണ്ടിയുടെ ഉള്ളിലാണ് ആള്. അപ്പൊ ആൾക്കാരൊക്കെ കണ്ടില്ലേ? ആൾക്കാര് നട്ട് ഉച്ചയായതുകൊണ്ട് ആൾക്കാർ അധികം ഉണ്ടായില്ല. ആൾക്കാർ അറിഞ്ഞു വന്നു പിടിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഭാഗ്യം. അപ്പോൾ അപ്പോഴേക്കും വേറെ സ്റ്റാഫ്, നമ്മുടെ ഒരു സ്റ്റാഫിന്റെ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫും അവിടേക്ക് എത്തി. അതൊന്ന് വിറക്കായിരുന്നു. കാരണം വെച്ചാൽ അവസ്ഥ അങ്ങനെയായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ കൈകാര്യം ചെയ്താറുണ്ട്. ആൾക്കാരും അറിഞ്ഞില്ല. ഞാൻ വണ്ടി ഓടിച്ചെന്ന് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെയാണത് പ്രശ്നം. പിന്നെ അതുകൂടാണ്ട് സത്യത്തിൽ പറഞ്ഞ ഒരൊറ്റ സ്റ്റാഫുകളും അവർക്ക് താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത് അവര് ചില സമയങ്ങളിൽ മദ്യവെച്ചിട്ട് വരുന്ന സമയങ്ങളിൽ ഭയങ്കര മോശമായിട്ടാണ് ഈ സ്റ്റാഫുകൾക്ക് പേടിയാണ്. അല്ലെങ്കിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഇതെല്ലാം പ്രശ്നങ്ങളായിട്ട് എങ്ങനെ ആ മേഡത്തിന്റെ കൂടെ ഒരാൾ പോലും നിൽക്കാതെ ഇറങ്ങി പോരാൻ കാരണം ചേട്ടനാണ് ആ വിഷയം കണ്ടുപിടിച്ച സംഭവം. അതെ അതെ അതെ. അതായത് പോത്തുപാറ ട്രൈബൽസിന്റെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ കിലോക്കാലി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് GM ഈ മേഡത്തിന്റെ ബന്ധുവാണ്. GM മേഡം കൂടിയാണ് ഈ എഗ്രിമെന്റ് ഒക്കെ തയ്യാറാക്കിയതും ഒരു DL ബിൽഡേഴ്സിന് വേണ്ടി അവർക്ക് ഈ വർക്ക് കൊടുക്കുന്നത്. അതിനുശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളറിയുന്നു. അപ്പം ഞാൻ ചെന്നൈക്കുന്ന സമയത്താണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 5-6 മാസം ആവാറായപ്പോഴേക്കും, ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും 36 ലക്ഷം രൂപയോളം അവർ കൈപ്പറ്റിയിരുന്നു. DL ബിൽഡേഴ്സ് കൈപ്പറ്റിയെന്ന് പറയണേ. അപ്പം ഇവരിനി മുന്നോട്ട് പണിയില്ല, പണിയണമെങ്കിൽ ഇനി പൈസ തരാണ്ട് പണിയില്ലെന്ന് അവർ. അങ്ങനെ എന്നോട് ഞാൻ ചെന്ന് പോത്തുപാറ സൂപ്പർവൈസറായിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ വെറും 16 പേരുടെ തറ കെട്ടിയിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. 500 സ്ക്വയർ ഫീറ്റ് പേരുടെ 16 തറ കെട്ടണമെങ്കിൽ സാമാന്യ ബോധത്തിൽ നമ്മൾ ആരും ചിന്തിച്ചാൽ അറിയാം 1 ലക്ഷം രൂപയിൽ മേലെ വരില്ല. അപ്പോൾ 16 ലക്ഷം രൂപ അവിടെ ചിലവായിട്ടുള്ളൂ. അതിന് ഒരു 2-3 ലക്ഷം രൂപ കൂടിയോ. പക്ഷെ 36 ലക്ഷം രൂപയോളം അവർ കൊടുത്തു കഴിഞ്ഞു. അപ്പം ഞാൻ GM-നോട് മേഡത്തിനോട് ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് കേസ് കൊടുക്കാൻ കഴിയും. ഇവരങ്ങനെ വെറുതെ വിട്ടതില്ല. ഇവർ തയ്യാറല്ല. അപ്പൊ ഇത് തയ്യാറാവാത്തതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാണ്. ഞാൻ പറയാം, ആ സമയങ്ങളിലൊന്നും ഈ മാരിയോ ബ്രദർ ഇതില് അത്ര കണ്ട് ഇല്ല. അദ്ദേഹത്തില് ആള് വീഡിയോ ക്ലാസ്സുമായിട്ട് പോയിട്ട് നടക്കുന്ന വ്യക്തിയാണ്. ഇവരാണ് ഇതിന്റെ കൈകാര്യം മുഴുവൻ. സത്യം പറഞ്ഞ് ഞാൻ കണ്ടേക്കുന്നത് ബ്രദർ ഒപ്പിട്ട് കൊടുക്കൽ മാത്രമേ ഉള്ളൂ പറയുന്നോടത്ത്. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും കണ്ടില്ല. അങ്ങനെ ഓഫീസിലെ കാര്യമായിട്ട് ലാസ്റ്റ് ഘട്ടം വന്നപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഓഫീസിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇത്ര നാളായിട്ട് 5 വർഷമായി ഞാനങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ആ പണി എന്നോട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു മാഡം. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഇത്ര എത്തിക്കും, നമുക്കിന് വേറെ മാർഗമില്ലെങ്കിൽ നമുക്ക് നേരിട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റാഫുകളെ കൊണ്ടുപോയിട്ടാണ്, എൻ്റെ പണിക്കാരും കൂടി പോയിട്ടാണ് അവിടെ പോയി ആ വർക്ക് ഒരുവിധം ലെവലിൽ എത്തിച്ചത്. ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് വലിയ വിഷയത്തിലേക്ക് മാറിയത്. തീർച്ചയായിട്ടും ഇതാണ് മാരിയോ ബ്രദർക്ക് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മൾ മീഡിയയും മീഡിയ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരു കുടുംബത്തെ കീറി മുറിച്ച് കാണാനൊന്നും ആഗ്രഹിക്കുന്ന ടൈപ്പുള്ള ഒരാളല്ല. പക്ഷെ ഇങ്ങനൊരു സബ്ജക്റ്റ് വന്നപ്പോൾ നമുക്കും അത് ഞെട്ടിപ്പോയി. കാരണം എങ്ങനെയാണ് ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടുള്ളത്. അപ്പോൾ മാരിയോ ബ്രദറായിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നു. അദ്ദേഹം പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒന്ന് ഈ ജിജി മാഡം ഇപ്പോൾ തുടരുന്ന ചില രീതികൾ അവസാനിപ്പിക്കുക, കുറേ കൂടി സുതാര്യമായിട്ട് രീതിയിൽ പോവുകയാണെങ്കിൽ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു PKF ഫൗണ്ടേഷൻ, കിലോക്കാലിയ ഫൗണ്ടേഷനുമായിട്ട് മുന്നോട്ട് പോകാനാണ് മാരിയോ ബ്രദർ താല്പര്യപ്പെടുന്നത്. തീർച്ചയായിട്ടും പ്രൊജക്റ്റുകൾ ഒരുപാട് മുടങ്ങി കിടക്കുന്നു. ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ മാരിയോ ബ്രദർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നാം കേട്ടത്. താങ്ക് യു. നന്ദി, നമസ്കാരം.